വെള്ളാപ്പള്ളി നടേശന്റെ പ്രീണന പരാമർശത്തിനെതിരെ കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ നവോത്ഥാന സമിതി അധ്യക്ഷ സ്ഥാനത്ത് വെള്ളാപ്പള്ളി തുടരാൻ പാടില്ല. നവോത്ഥാന സമിതിയുമായി ഇനി സഹകരിക്കില്ലെന്നും ഫെഡറേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി. കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ സംയുക്ത യോഗത്തിലാണ് വെള്ളാപ്പള്ളിയുടെ പ്രീണന പരാമർശത്തിനെതിരെ വിമർശനമുയർന്നത്. സമുദായ നേതാക്കൾ സമുദായങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പും ശത്രുതയും ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തുകയാണ്. സമുദായങ്ങൾക്കിടയിൽ സൗഹാർദ്ദത വളർത്താനുള്ള പ്രവർത്തനങ്ങളാണ് നേതാക്കൾ ചെയ്യേണ്ടത്. മുസ്ലിം സമുദായം അനർഹമായി എന്തോ നേടുന്നുവെന്ന് ചില നേതാക്കൾ പറയുന്നു. സച്ചർ കമ്മിറ്റിയിൽ നിർദ്ദേശിക്കുന്ന ആനുകൂല്യങ്ങൾ പോലും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇത് സംബന്ധിച്ച സ്ഥിരവിവര കണക്കുകൾ ഗവൺമെന്റ് പുറത്തുവിടണം. അനാവശ്യ പ്രസ്താവനകളിലേക്ക് ആരും കടക്കരുതെന്നും ഫെഡറേഷൻ വ്യക്തമാക്കി. ഒട്ടേറെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാടാണ് കേരളം. പക്ഷേ വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ചങ്ങലകൾക്ക് ഭ്രാന്ത് പിടിച്ച ഒരവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിന്റെ സാഹചര്യം. ഇന്ത്യയിലെ ഇതര സ്റ്റേറ്റുകൾക്ക് മാതൃകയായിട്ടുള്ള ഒരു കേരളത്തെ ഒരു ഭ്രാന്താലയമാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു. അതോ അതിലേറ്റവും അവസാനമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്ന വെള്ളാപ്പള്ളി നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനാണ്. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾക്ക് മാതൃകയായ കേരളത്തെ ഒരു ഭ്രാന്താലയമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. നവോത്ഥാന സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തു നിന്നും വെള്ളാപ്പള്ളി ഒഴിയണമെന്നും ജമാഅത്ത് ഫെഡറേഷൻ നേതാക്കൾ സമിതിയിൽ നിന്നും വിട്ടുനിൽക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ന്യൂസ് മലയാളം, പത്തനംതിട്ട.